ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. ഇന്ന് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും, അതായത് നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയും എനർജിയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. തേർഡ് പാർട്ടിയുടെ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണ്, തേർഡ് പാർട്ടി ഇപ്പോൾ എന്താണ് തേർഡ് പാർട്ടിയുടെ. നമുക്ക് ഇന്നലെ കിട്ടിയ എനർജി തന്നെ ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ. ഇന്ന് വേറെ മാറി വരും. ഇന്നത്തെ എനർജിയും അതുപോലെ തന്നെ മറ്റു ചിലരുടെ എനർജി ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. ദ ഹൈ പ്രീസ്റ്റസ്, സെഡക്റ്റീവ് ആൻഡ് പാഷനേറ്റ് ലവ് എന്ന് പറഞ്ഞാൽ വശീകരിച്ചെടുക്കുക അല്ലെങ്കിൽ മതിഭ്രമം കൊണ്ട്, അല്ലെങ്കിൽ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മതിഭ്രമം. ആ രീതിയിൽ ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ വശീകരിച്ചതാണ് എന്നാണ് കാണിക്കുന്നത്. ആ രീതിയിലുള്ള സ്നേഹമായിരുന്നു. അതൊരു ശരിയായിട്ടുള്ള സ്നേഹമല്ല, ഒരു ഭാഷനോട് കൂടിയ ഒരു ആ രീതിയിലൊക്കെയുള്ള ഒരു എന്താ പറയുക, കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടോ എങ്ങനെയോ ഒരു ഹി ഓർ ഷീ നിങ്ങളുടെ പോലെ നോക്കുക അതിൽ വന്നിരുന്നു. അവരങ്ങനെ വശീകരിച്ച് കൊണ്ടുപോയി എന്നാണ്. പിന്നീട് അവിടെ വളരെ ഹിഡനായിട്ടുള്ള ചില സംഭവങ്ങളാണ് നടക്കുന്നത്. ആ രീതിയിൽ കുറച്ച് രീതിയിൽ അങ്ങനെ ജീവിച്ച് കാണും. അത് കഴിഞ്ഞിട്ട് അത് തേർഡ് പാർട്ടി ഒരു കാര്യവും നിങ്ങളുടെ വ്യക്തിയോട് പറയാതെയായി എന്നാണ്. ഒരു കാര്യവും പറയാതെയും പലതും ഒളിച്ചും പതുങ്ങിയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇയാൾ അറിയാതെ, അല്ലെങ്കിൽ ഈ ഒരു ലേഡി അറിയാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അറിയാതെ, ആരായാലും അറിയാതെ ഇവിടെ വളരെ ഗോപ്യമായി ചില കാര്യങ്ങൾ ഈ തേർഡ് പാർട്ടി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. 7 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അൺഫെയ്ത്ത്ഫുൾ ആൻഡ് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ജീവിതം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. അവർക്കൊരു വിശ്വാസക്കുറവ് വന്നിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടിയോട് ഒരു വിശ്വാസക്കുറവ് വന്നിരിക്കുന്നു. അവിടെ ഒരു മാനിപ്പുലേറ്റീവ് ആണോ ഈ ബന്ധം എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അടുത്ത കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് വാൻസ് ആണ്. അവിടെ അജിറ്റേറ്റഡ് ആൻഡ് വൂണ്ടഡ് ലവ്, ഇവിടെ വളരെ ഹൃദയനായി നിൽക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്നാണ്. വളരെ വൂണ്ടഡ് ആയ ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഒരു കാര്യവും പറയുന്നില്ല, എല്ലാം രഹസ്യമാണ്. അപ്പോൾ അവരവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയുള്ള ആ ഒരു ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ജീവിതം അവർ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഇയാൾക്ക് മനസ്സിലാകുകയാണ്. ഇവിടെ 8 ഓഫ് കപ്സ് ആണ്. ക്രോസ് റോഡ്സ് ആൻഡ് എംപ്റ്റിനെസ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് അകന്നുപോയി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയെ കിട്ടിക്കാണും. ആ രീതിയിലുള്ള എന്തോ ഒരു മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇവരെ ഇപ്പോൾ ഒരു സംശയം വരാനും മാനിപ്പുലേറ്റാണ് ഈ ബന്ധമെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഹിഡനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാം ഈ എന്താ പറയുക, ഒളിച്ചും പാത്തും ഒക്കെ ചില കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ വ്യക്തി അറിയാതെ ഒക്കെ ചെയ്യുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ. 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 8 ഓഫ് കപ്സിൽ വെച്ചാൽ ഇവിടെ പിരിഞ്ഞു പോയി എന്നാണ് കാണിക്കുന്നത്. ക്രോസ് റോഡിൽ ആണ്. എംപ്റ്റിനെസ്, ഒരു ശൂന്യത ആണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇവർ സ്വയം വിട്ടുപോയി എന്നാണ്. നിങ്ങൾക്ക് എന്തായാലും സന്തോഷിക്കാം. ഈ വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സ്വയം പിരിഞ്ഞു പോയി എന്നാണ്. ഇവിടെ ബ്ലോക്ക്ഡ് ആൻഡ് വിക്ടിമൈസ്ഡ് ലവ്, അപ്പോൾ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ തേർഡ് പാർട്ടി പോയിരിക്കുന്നത്. അപ്പം തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി അവർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല. നിങ്ങളുടെ വ്യക്തിയോട് താല്പര്യമില്ലാതെ തേർഡ് പാർട്ടി പിരിഞ്ഞു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ആ എംപറർ എന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. ഒരു പ്രാക്ടിക്കലാകാനും അതുപോലെ തന്നെ ഒരു റേഷണൽ ആയിട്ടുള്ള ആൻഡ് ലെവൽ ഹെഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയി മാറി. കുറച്ച് ഈഗോയും ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള ഒരവസ്ഥ നിങ്ങളുടെ വ്യക്തിക്കും വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അങ്ങനെ തേർഡ് പാർട്ടി പോയെങ്കിൽ പൊയ്ക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ കുറച്ച് കാലമായിട്ടത് മടുത്തിട്ടുണ്ടാവണം, ഒന്ന് വിട്ടുപോയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ടാവണം. അപ്പോൾ ഏതായാലും അത് നിങ്ങൾക്കെന്തായാലും അനുകൂലമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ മിസറബിൾ ചേഞ്ചസ് എൻഡിങ്സ് എന്നാണ്. അപ്പം വളരെ വിഷമിപ്പിച്ചിരുന്ന
ആ ഒരു കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വരാൻ പോകുന്നു. ഇവിടെയെല്ലാം എൻഡിങ് ആവുകയാണ്. അതെല്ലാം എൻഡിങ് ആയിരിക്കുന്നു ഇവിടെ എന്നാണ്. തേർഡ് പാർട്ടി ഇതിൽ എത്ര പേർക്ക് റെസണേറ്റ് ആവുന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൽ കുറേ ആൾക്കാരുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതിൽ കുറേ പേരുടെ തേർഡ് പാർട്ടി വിട്ടുപോയിരിക്കുന്നു. അത് ഒരു മിസറബിളായിട്ടുള്ള ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ എൻഡിങ് ആകുന്നു. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ മറ്റ് ജീവിതത്തിൽ അത് ഈ വശീകരിച്ചൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ആരെയും കുറ്റം പറയാനൊക്കില്ല. എങ്കിലും അതൊക്കെ ശ്രദ്ധിക്കണം. ലൈഫാകുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ പോലും ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ അവർക്കല്ലേ അറിയാം. ഓക്കെ, എന്തേലും ആട്ടെ. കിങ് ഓഫ് കപ്സ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി പറയുന്നു, അത്രയേ ഉള്ളൂ. കമ്പാഷനേറ്റ് ആൻഡ് എ വൈസ് ലവ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആൾ വളരെ കമ്പാഷനേറ്റ് ആണ്, അല്ലെങ്കിൽ വളരെ വൈസ് ആയിട്ടുള്ള ആ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നു എന്നാണ്. ഇപ്പോൾ കിങ് ഓഫ് കപ്സ് ആണ്, നിങ്ങളോട് ഒരു രാജാവിനെ പോലെയാണ്, നിങ്ങൾക്ക് സ്നേഹം വാരിക്കോരി തരുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. കാരണം നിങ്ങളും നിങ്ങളുടെ തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ വിഷയത്തിൽ നിങ്ങളാണ് ശരി ആയിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണ് അതിന് ശരിയായ പാർട്ട്ണർ ആയിരുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. ദ വേൾഡ് വന്നിട്ടുണ്ട്. ഡ്രീം കം ട്രൂ എന്നാണ്. അപ്പോൾ ഈ സ്വപ്നം സത്യമായിട്ട് വരും, യാഥാർത്ഥ്യമായിട്ട് വരും എന്നാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ചു കാണും, നിങ്ങളും വളരെയധികം വിഷമിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും തിരിച്ചു വരണേ. ഈ പല പല ആളുകളും കമൻറ്റിൽ പറയുന്നുണ്ട്, തേർഡ് പാർട്ടിയെ വിട്ടിട്ട് എൻ്റേത് മാത്രമായിട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഈശ്വരനോട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആ പ്രാർത്ഥിക്കുന്നവരുടെയൊക്കെ ഒരു എനർജി ആയിരിക്കാനാണ് ഇത് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ സ്വപ്നം സത്യമാകാൻ പോകുന്നു എന്നാണ് നമുക്കിന്ന് ഇവിടെ കാർഡ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ആ ഫാമിലി ലൈഫ് പഴയതുപോലെ കൊണ്ടുപോകാൻ നിങ്ങൾക്കാവും എന്നാണ്. സ്റ്റഡി ആൻഡ് ഫ്ലറിഷിങ് ആയിട്ടുള്ള ആ സ്നേഹം, അച്ഛൻ, അമ്മ, കുട്ടികൾ, പേരൻസ് ഒക്കെ ഉള്ള ആ സ്നേഹം തിരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇതുപോലൊരു കാർഡ് നമുക്ക് ഇത്രയും കാലമായിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചാൽ പലതും ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയെ വിട്ടുവരാനൊരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതല്ല വന്നിരിക്കുന്നത്. എന്തായാലും അത് സന്തോഷിക്കാൻ വകയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം വ്യക്തി എന്താ പറയുന്നതെന്ന്. മനസ്സിൽ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് വാല്യൂസ് ആണ്. വി ഹാവ് ടു മെനി ഡിഫറൻസസ്. നമ്മൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടെന്നൊക്കെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം വിഷമത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ചേസറാണ്. ചേസർ, പണ്ട് നിങ്ങളാണ് ചേസ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നു എന്നാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനിമോർ എന്ന് പറയുന്നുണ്ട് ആദ്യമൊക്കെ നിങ്ങളോട്. എന്നാൽ ഇപ്പോൾ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലായിരിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഡിറ്റാച്ച്മെൻറ്റ്, ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. അപ്പോൾ കുറച്ച് കാലം ഇതിൽ നിന്നൊക്കെ മാറി എൻ്റെ മനസ്സിനെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുവാൻ വേണ്ടി ഞാനൊരു ഡിറ്റാച്ച്മെൻറ്റിൽ ഇപ്പോൾ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്നതിന് മുൻപ് മനസ്സെല്ലാം ഒന്ന് ക്ലിയറാക്കി വളരെ എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വേണം നിങ്ങളുടെ അടുത്ത് എത്തുവാൻ എന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ എവിടെയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്ത്, ഇതെല്ലാം അറിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് മൗനത്തിലിരിക്കുന്നു. അതിന് കാരണം മൈൻഡ് ഒന്ന് എനിക്ക് റെഡിയാവാനുണ്ട്. അതിനുവേണ്ടി ഞാൻ കുറച്ച് സമയം ഞാനൊന്ന് ഈ രീതിയിൽ റെസ്റ്റ് എടുത്തിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ടൈമുണ്ട്, പേടിയുണ്ട്. ഐ എം അഫ്രൈഡ് ഇറ്റ് ഈസ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ എടുക്കുവാൻ ഞാൻ സമയം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നെനിക്കൊരു ഭയമുണ്ട് എന്നും ആൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് സീക്രട്സ് ആണ്. ഞാൻ നിന്നോട് പല കാര്യങ്ങളും ഒളിച്ചു വെച്ചിരുന്നു, ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പലതും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് പേടിയായിരുന്നു പറയാൻ. എന്താണ് പേടിക്കാൻ കാരണം? നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ള പേടി തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല.
അപ്പോൾ അങ്ങനെ ഒരു ഭയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് നിന്നോടെല്ലാം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്നെ വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിൻ്റെ വോയിസ് കേൾക്കാൻ ഞാൻ കൊതിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആലോചിക്കാം നമുക്ക്. ഇനി നെക്സ്റ്റ് നോക്കട്ടെ. നെക്സ്റ്റ് ഇൻസെപ്പറബിൾ പറയുന്നുണ്ട്. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസസ്. എത്ര ഡിസ്റ്റൻസിലായിരുന്നു നമ്മളെങ്കിലും എൻ്റെ ഉള്ളിൽ നീ ഉണ്ടായിരുന്നു. നിന്നെക്കുറിച്ച് ഞാൻ ഓർക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു അങ്ങനത്തെ അവസ്ഥയിൽ പെട്ടുപോയിരുന്നു. എനിക്ക് അവിടെ നിന്നിട്ട് ഒന്ന് മൂവ് ഓൺ ചെയ്ത് വരുവാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ എവിടെ ആയിരുന്നു എന്നാലും നമ്മൾ എവിടെയാണെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പിരിയാൻ ഒരിക്കലും കഴിയില്ല എന്ന് ആൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇവിടെ മെൻ്റ് ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടൊരു നല്ല കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണമെന്നും അത് സ്ഥിരമായിരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ലാസ്റ്റ് കാർഡ് ഇവിടെ കിട്ടിയതും അത് തന്നെയാണല്ലേ, ഫാമിലി കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ആ രീതിയിലൊരു ബന്ധം കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തി. എനിവേ, എന്തായാലും ശരി, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ കാത്തിരിക്കുന്ന കുറേ പേരുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി മൂലം കുറേ കഷ്ടപ്പെട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ ഈ കൂട്ടത്തിൽ എന്നെനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഇന്നത്തെ റീഡിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ എനർജി വളരെ നല്ല പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. എനിക്കും വളരെ സന്തോഷമുണ്ട് ഇത് കണ്ടപ്പോൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ അതുപോലെ നമ്മളുടെ ചാനലിനെ കുറിച്ച് പറയാനുണ്ട്. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പറ്റുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളവർക്കൊക്കെ. അതും അല്ല എങ്കിൽ ഹൈപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. പിന്നെ നമുക്ക് ടൈംലെസ് ആണ്, അതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ എപ്പോൾ കിട്ടുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ്. നമുക്കിന്ന് ഇതാണ് കിട്ടിയിരിക്കുന്ന എനർജി. എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്തായാലും എല്ലാവരോടും ഗോഡ് ബ്ലസ് യു എന്നാണ് എനിക്ക് പറയാനിപ്പോൾ എനിക്ക് തോന്നുന്നത്. എനിക്കും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്.